ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം വീണ്ടും മോദി സ്തുതിയുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ. കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയെ പ്രകീർത്തിച്ചാണ് ലേഖനം. മാവോയിസ്റ്റ് വെല്ലുവിളിയെ നേരിടാൻ കെൽപ്പുണ്ടെന്ന് തെളിയിച്ചെന്നും മോദി സർക്കാരിന്റേത് സുരക്ഷയും വികസനവും സമന്വയിപ്പിച്ചുള്ള നടപടിയെന്നും തരൂർ പ്രകീർത്തിച്ചു. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, വയനാട്ടിൽ നടന്ന കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പിൽ പങ്കെടുത്ത് തരൂർ താൻ കോൺഗ്രസിനോടൊപ്പമാണെന്ന് തെളിയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മോദി സ്തുതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ലേഖനത്തിലെ പരാമർശങ്ങൾ, ലേഖനത്തിലെ ഉള്ളടക്കം എന്താണ്? നോബൽ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് തരൂർ വഴങ്ങി എന്ന് എല്ലാവരും വിശ്വസിച്ച സമയത്താണ് ഇപ്പോൾ ഈ മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിനെ പുകഴ്ത്തിയ ഒരു ലേഖനം തരൂർ എഴുതിയിരിക്കുന്നത്. 2014 ശേഷം മാവോയിസ്റ്റ് വേട്ട വിജയകരമായി പൂർത്തിയാക്കുന്നു എന്നാണ് തരൂരിന്റെ ലേഖനത്തിന്റെ രത്നചുരുക്കം. അത് സത്യമാണെങ്കിൽ പോലും കോൺഗ്രസുകാർക്ക് എത്രത്തോളം ദഹിക്കും എന്ന് പ്രധാനപ്പെട്ടതാണ്. ഇതിൽ തരൂർ പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മാവോയിസ്റ്റ് ചെറുക്കാൻ രാജ്യത്തിന് കെൽപ്പുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ്. പ്രധാനമായും വികസനം, അതോടൊപ്പം തന്നെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ച് നടത്തിയപ്പോൾ മാവോയിസ്റ്റം ഇല്ലാതായി. കണക്കുകളടക്കം തരൂർ നിരത്തുന്നുണ്ട്. പ്രത്യേകിച്ച് 2013 126 ജില്ലകളിലാണ് രാജ്യത്ത് മാവോയിസ്റ്റ് ജില്ലകളായി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വെറും 11 കുറഞ്ഞു എന്ന കണക്കടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് തരൂർ ഇപ്പോൾ ലേഖനം എഴുതിയിരിക്കുന്നത്. പലയിടത്തും മാവോയിസ്റ്റും വളർന്നത്, അല്ലെങ്കിൽ നക്സലിസം വളർന്നത് അവിടെ വികസനം എത്താത്തതുകൊണ്ടും അതോടൊപ്പം തന്നെ അവിടെ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാത്തതുകൊണ്ടാണ്. ഈ മേഖലകളൊക്കെ, പ്രത്യേകിച്ച് മാവോയിസ്റ്റ് പിടിയിലായിരുന്ന മേഖലകളിലേക്ക് വികസനം എത്തിക്കുകയും അവിടേക്ക് സുരക്ഷ കടന്നു ചെല്ലുകയൊക്കെ ചെയ്തപ്പോൾ മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങേണ്ടിയോ അല്ലെങ്കിൽ അവിടെ വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ UPA സർക്കാരിന്റെ കാലത്താണെങ്കിൽ പോലും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് നേതാക്കൾ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വലിയ വാർത്തയായതാണ്. അതിനുശേഷം മാവോയിസ്റ്റ് ഇല്ലാതാക്കണം, നക്സലിസ്റ്റ് ഇല്ലാതാക്കണം എന്ന കൃത്യമായ ധാരണ UPA സർക്കാരിനുണ്ട്. പക്ഷേ 2014 മോദി സർക്കാർ അത് വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് ഇപ്പോൾ എന്താണെങ്കിൽ ശശി തരൂർ പ്രകീർത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ ഒരിക്കൽ കൂടി പാർട്ടി ലൈന് വിരുദ്ധമായി മോദി സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ട അടക്കമുള്ള നിലപാടുകളെ തരൂർ പുകഴ്ത്തുന്നത് എത്രത്തോളം കോൺഗ്രസിനെതിരെ ആയുധമായി മാറും എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് BJP ഒക്കെ വലിയ തരത്തിൽ ആയുധമാക്കി മാറ്റാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിലുണ്ട്. എന്താണെങ്കിലും തരൂർ വ്യക്തമാക്കുന്നത് മാവോയിസ്റ്റ് വേട്ട എന്ന കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം പല ഇടത് പാർട്ടികൾക്കും അതിൽ വലിയ എതിർപ്പുകളുണ്ട്. പ്രത്യേകിച്ച് മാവോയിസ്റ്റുകളെ കൂട്ടമായി വധിക്കുന്ന സാഹചര്യമുണ്ട്. 2026 പൂർണ്ണമായും മാവോയിസ്റ്റ് മുക്തമാകും രാജ്യം എന്നാണ് അമിത്ഷയും മോദിയും ഒക്കെ നിരന്തരം പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട്, ആ നടപടികളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അത് വിജയകരമായ ഒരു പദ്ധതിയാണ് എന്ന് വ്യക്തമായിക്കൊണ്ടാണ് ഇപ്പോൾ തരൂർ എന്താണെങ്കിലും ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. മാവോയിസ്റ്റ് മേഖലയിലേക്ക് അടക്കം വികസനം, അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം, അതോടൊപ്പം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നൽകിയത് വഴിയും അതോടൊപ്പം തന്നെ മറ്റു വശത്തുള്ള സുരക്ഷയുടെ ഭാഗമായുള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ അത്തരത്തിൽ മാവോയിസ്റ്റുകളെ പിടികൂടാനുള്ള നടപടികളൊക്കെ വിജയകരമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് മാവോയിസ്റ്റം ഇല്ലാത്ത, അതായത് നക്സലിസം ഇല്ലാത്ത ജില്ലകൾ രാജ്യത്ത് അധികമായത്. ഇപ്പോൾ 126 നിന്ന് 11 ചുരുങ്ങിയത് എന്നാണ് ഇപ്പോൾ തരൂർ പുകഴ്ത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊട്ടും ദഹിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിമർശനങ്ങളുണ്ട്, പക്ഷേ പുറത്തേക്ക് കോൺഗ്രസ് പറയില്ല. കാരണം പല ഘട്ടങ്ങളും തരൂർ ഇത്തരത്തിൽ മോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിനൊക്കെ മൗനം പാലിക്കുകയാണ് കേന്ദ്ര നേതൃത്വവും പ്രത്യേകിച്ച് ഹൈക്കമാൻഡും ഒക്കെ ചെയ്തിട്ടുള്ള ഇക്കാര്യത്തിൽ. അത് തന്നെയായിരിക്കും സാധ്യത. പക്ഷേ ഹൈക്കമാൻഡിനും കോൺഗ്രസിനും ഒക്കെ തരൂർ വഴങ്ങി എന്ന ഘട്ടത്തിലാണ്, അങ്ങനെ വിചാരിച്ചിരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പുകഴ്ത്തലുമായി തരൂർ രംഗത്ത് വന്നത്. വീണ്ടും തരൂർ. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.